കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഉയരെ ക്യാമ്പയിനിന്റെ ജില്ലാതല പരിശീലനം നടന്നു. നീലേശ്വരം നഗരസഭാ ടൗൺഹാളിൽ വെച്ച് നടന്ന പരിപാടി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്തുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് ഉയരെ ക്യാമ്പയിനിന്റെ ആദ്യ ബാച്ചിന്റെ ജില്ലാതല പരിശീലനം നീലേശ്വരം നഗരസഭാ ടൗൺഹാളിൽ വെച്ച് നടന്നത്. വേതനാധിഷ്ഠിത തൊഴിലുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് ഉയരെ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. അറിവിന്റെ 5 ആഴ്ചകളിലൂടെ 5 പ്രധാന വിഷയങ്ങൾ അയൽക്കൂട്ട തലങ്ങളിൽ എത്തിക്കുകയാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. വേതനാധിഷ്ഠിത തൊഴിലും സ്ത്രീ പദവിയും, ലിംഗവ്യത്യാസം, ലിംഗപദവി, ലിംഗവൈവിധ്യങ്ങൾ, ലിംഗനീതി, ലിംഗസമത്വം, സുരക്ഷിതമായ തൊഴിലിടങ്ങൾ, കുടുംബശ്രീ സംവിധാനത്തിൽ നിലവിലുള്ള ജെൻഡർ സ്ഥാപന സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവബോധം, ഹാപ്പി കേരളം എന്നീ വിഷയങ്ങളാണ് ഉയരെ പദ്ധതിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിജ്ഞാന കേരളവുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തോമസ് ഐസക് സാറിന്റെ ആശയത്തിലൂടെ ജെൻഡർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ടി.കെ. ആനന്ദി മാഡത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെ ഒരു പുതിയ സംവിധാനം കൂടി നമ്മൾ ഈ കുടുംബശ്രീയിലേക്ക് കൊണ്ടുവരാനാണ് പോകുന്നത്. അതിൻ്റെ പേരാണ് ഉയരെ. ഈ ഉയരെ എന്നുള്ളതിൻ്റെ ആദ്യത്തെ മീറ്റിംഗിൽ ഇതിൻ്റെ മൊഡ്യൂള് നമുക്ക് എങ്ങനെ ഇത് നടത്തണമെന്നുള്ള ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് കുടുംബശ്രീ എന്നുള്ളത് എന്തായി മാറണം? വേതനാധിഷ്ഠിതമായ ഒരു തൊഴിൽ ആർക്കുണ്ടാവണം? നമുക്ക് വേണ്ടേ? ചടങ്ങിൽ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. നീലേശ്വരം CDS ചെയർപേഴ്സൺ കെ ബിന്ദുരാജ്, ADMC CM സൗദ, DPM-മാരായ M രേഷ്മ, S മനു, മറ്റു ജില്ലാ മിഷൻ സ്റ്റാഫുകൾ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.